ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സിനിമാ നടനായ ആളല്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പങ്കപ്പാടുകളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വിസ്തരിച്ച് ഞാൻ പിന്നീട് പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് കൊക്കിലൊതുങ്ങാവുന്ന ചില നാടകങ്ങളൊക്കെ എടുത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി സ്കൂളിലൊക്കെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ചില കലാസമിതികളിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായി. എൻ്റെ ഓർമ്മയിൽ ഇക്കൂട്ടത്തിൽ ഒരു നാടകം പ്രത്യേകം തിളങ്ങി നിൽക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ആദ്യമായിട്ടൊരു അംഗീകാരം കിട്ടുന്നത് ആ നാടകത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ആ നാടകത്തിൽ ഏറ്റവും നല്ല നടനുള്ള കപ്പ് എനിക്ക് കിട്ടി. അത് ആദ്യത്തെ അംഗീകാരം. രണ്ടാമത്, ആ കപ്പ് കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം എൻ്റെ മനസ്വൈര്യം കെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. ആ സംഭവം ഞാൻ പറയാം. ഇരിങ്ങാലക്കുട ജവാൻ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ ഇരിങ്ങാലക്കുടയിലുള്ള മിലിറ്ററിക്കാർ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെയാണ് ആ ജവാൻ സ്പോർട്സ് ക്ലബ്ബ്. അവരൊരു കലോത്സവം നടത്തി. ആ കലോത്സവത്തിൽ, ആ നാടക കലോത്സവത്തിൽ ഞാനും ഒരു നാടകമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ നാടകത്തിൻ്റെ പേര് എന്നിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. ആ നാടകത്തിൽ എൻ്റെ റോള് എന്ന് പറയുന്നത് വഖായു സിന്ദാബാദ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. വഖായു എന്ന് പറഞ്ഞാൽ വഞ്ചിതരായ കാമുകരുടെ യൂണിയൻ. വഖായു എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ അതിനകത്ത് ഒരു പെണ്ണ് ചതിച്ചത് കൊണ്ട് അത് ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഈ വഞ്ചിതരായ കാമുകരുടെ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ആ നാടകത്തിൽ അഭിനയിക്കുന്നത്. നാടകത്തിന് നല്ല പബ്ലിസിറ്റി ആയിരുന്നു, നല്ല ആൾക്കൂട്ടം. ഞാൻ കർട്ടനിടയിൽ കൂടി പതുക്കെ ഒന്ന് നോക്കിയപ്പോൾ മുൻനിരയിൽ തന്നെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരിമാരും എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഇരിക്കണം. കർത്താവേ, ഇതിലെങ്കിലും ഞാൻ നന്നായിട്ടൊന്ന് അഭിനയിക്കണേ, അങ്ങനെ ഒരു കഴിവ് അവരുടെ മുമ്പിൽ കാണിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. നാടകം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്. മികച്ച നടി കള്ളിക്കാടൻ ആൻ്റപ്പൻ, മികച്ച നടൻ കുണ്ടുറമ്പൻ ജോൺ, മികച്ച ഹാസ്യ നടൻ ഇന്നസെൻ്റ്, അതായത് ഞാൻ പതുക്കെ ആ കർട്ടനൊന്ന് മാറ്റി ആ വേദിയുടെ മുന്നിലിരിക്കുന്ന ആ നിരയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും അഭിമാനം കൊള്ളുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടു. കപ്പ് ഞാൻ വാങ്ങുന്നത് എല്ലാവരും കണ്ടതാണ്. ഞാൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് ചെന്നപ്പോൾ മിലിറ്ററിക്കാരൻ റപ്പായി, അതായത് ജവാൻ സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആണോ പ്രസിഡൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു കപ്പ് എനിക്ക് തിരിച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ? അല്ല, ഇതിൽ ഏറ്റവും നല്ല നടനായിട്ടുള്ള അഭിനയിച്ച കുണ്ടുറമ്പിൽ ജോണിന് ഈ കപ്പ് കൊടുക്കണം, അതുപോലെ തന്നെ ഈ കപ്പ് നടിയായിട്ട് അഭിനയിച്ച കള്ളിക്കാടൻ ആൻ്റപ്പന് കൊടുക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കപ്പ് തിരിച്ചു കൊടുത്തു. ഞാൻ കേട്ടിട്ടുണ്ട് 5 അപ്പം കൊണ്ട് 5 മീൻ കൊണ്ട് 5000 പേരെ കർത്താവ് ഊട്ടി എന്നുള്ളത്. കർത്താവിനേക്കാളും വലിയവരാണ് ആ സമയത്ത് ഈ ജവാൻ സ്പോർട്സ് ക്ലബ്ബുകാരെന്ന് ഞാൻ മനസ്സിലോർത്തു. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ ചെല്ലും? എൻ്റെ മാതാപിതാക്കൾ കണ്ടതാണ് ഞാൻ ഈ കപ്പ് വാങ്ങുന്നതൊക്കെ. അത് മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരൻ OL തോമസ്, അദ്ദേഹത്തിന് ഒരുപാട് കപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഫുട്ബോളറാണ്, അതും മാത്രമല്ല നന്നായിട്ട് ഒരു നല്ല ഓട്ടക്കാരനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു, എന്റെ തോമസ്, ഞങ്ങളുടെ കപ്പൊക്കെ ക്ലബ്ബുകാർ തിരിച്ചു വാങ്ങിച്ചു. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ മേക്കപ്പ് ഒന്ന് അഴിക്കട്ടെ. തോമസ്, നിനക്ക് കിട്ടിയ കപ്പൊക്കെ നിന്റെ കൈ തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ എനിക്ക് കിട്ടിയ കപ്പ് എന്റെ അല്ലാതെ എവിടെ വരും? അല്ല, എന്റെ സ്ഥിതി നീയും കണ്ടതല്ലേ, എനിക്കും ഇന്നൊരു കപ്പ് കിട്ടി, നല്ല ഹാസ്യം നടണ്ടേ. പക്ഷേ ജവാൻ സ്പോർട്സ് ക്ലബ്ബുകാർ അത് തിരികെ വാങ്ങി. നീ എന്തിനാ തിരിച്ചു കൊടുത്തേ? ആ നാടകത്തിന് കിട്ടിയതല്ലേ, അവർ തിരിച്ചു വാങ്ങി. അതിൽ വലിയ അതിശയമൊന്നുമില്ല. പക്ഷെ എന്നോട് അവരാരും ചോദിച്ചില്ല. ജവാൻ സ്പോർട്സ് ക്ലബ്ബ് അംഗമല്ലേ? അതല്ല കുഴപ്പം, എൻ്റെ അപ്പനും അമ്മയും പെങ്ങന്മാരും ഒക്കെ കണ്ടതാ. കപ്പില്ലാതെ ഇനി എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ. എന്നാ നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോവാൻ പോവാം. തോമസേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? നിന്റെ കയ്യിൽ ഇത്രയും കപ്പില്ലേ, അതിൽ ഒരെണ്ണം എനിക്ക് തരണം. എനിക്ക് കിട്ടിയ കപ്പ് എന്തിനാ നിനക്ക് തരണേ? ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരൊക്കെ കണ്ടതാ. അതുപോലെ എന്റെ വീട്ടുകാരും കണ്ടതാ. എന്റെ അഭിമാനം രക്ഷിക്കടാ തോമസേ, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നീ നടക്കണ കാര്യമില്ലോണ്ടെങ്കിൽ പറ, എനിക്ക് പോണം. അങ്ങനെ പറയരുത്, നീ സഹായിച്ചു വെക്കൂ. കപ്പിന് കാശ് തരാൻ പറ്റുമോ? കൈ കാശുണ്ടോ? എത്ര വേണ്ടി വരും? 10 റുപ്യ. എന്റെ അമ്മോ, 10 റുപ്യ? 10 റുപ്യ കൊടുത്ത ഒരു ഓൾറൗണ്ട് ട്രോഫി വാങ്ങാം. ഞാനൊരു 3 രൂപ തരാം. ഞാനേ ഓടിയിട്ടും കളിച്ചിട്ടും കിട്ടിയ കപ്പ, അത് 3 രൂപ കൊടുക്കാൻ മനസ്സില്ല. ഇപ്പൊ കടയൊക്കെ അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയനെ.
എന്നാ നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? കപ്പ് കിട്ടുമെന്ന് കരുതി ആരെങ്കിലും നേരത്തെ വാങ്ങി വെക്കുവോ? ഞാനൊരു 5 രൂപ തരാം. നീ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഞാനൊരു 7 രൂപയ്ക്ക് തരാം. കാശ് കാശ് ഇപ്പോ എൻ്റെ കയ്യിലില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞ കടടച്ചില്ലായിരുന്നു, നീ 3 രൂപ എടുത്തോണ്ട് വാങ്ങിയെന്ന്. എന്നാ 3 അഡ്വാൻസ് താ, ബാക്കി 4 രൂപ നാളെ തന്നാ മതി. എല്ലാം കൂടി ഞാൻ നാളെ തരാം. ഇപ്പം എൻ്റെ കാശില്ല. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നാളെ തരുമോ? തരാൻ തോമസേ, ഞാനല്ലേ പറയണേ. അതാ എനിക്ക് പേടി. ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാ തരാൻ പോണേന്ന് അറിയോ? നീ ധൈര്യമായിട്ട് തന്നോ, പൈസ ഞാൻ നാളെ തരാം, ഉറപ്പായിട്ടും. തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പറയും, പിന്നെ എന്നെ കുറ്റം പറയണ്ട. എന്നാ ആ